ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അയർലൻഡിൽ വന്നിട്ട് വീഡിയോ ഇട്ടില്ലേ എന്ന് ആരും ചോദിച്ചില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ ഒരു വീഡിയോ ഇട്ടേക്കാമെന്ന്. അയർലൻഡിൽ വന്നിട്ട് ചത്തുകുത്തിയിരുന്നു, ഒരു കാര്യവും നടക്കുന്നില്ല. എന്നും ഡ്യൂട്ടിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, ഡ്യൂട്ടിക്ക് വന്നു, തിരിച്ചു വരുന്നു. ചുമ്മാ ബോറടിയാണ്. അപ്പോഴാണ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ചേച്ചിമാർ ചോദിച്ചത്, നീ ഡാൻസ് കളിക്കുമെന്ന്. അപ്പം നമ്മളൊട്ടും മോശമല്ലല്ലോ, കളിക്കത്തില്ലെങ്കിൽ നമ്മൾ കളിക്കുമെന്നല്ല പറയുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനെങ്കിലും ജോയിൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഓണപ്പരിപാടി ഉണ്ട് ഇവിടെ, മലയാളി അസോസിയേഷൻ, നാട്ടിലെ പോലെ തന്നെ ക്ലബ്ബും കാര്യങ്ങളും ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ഉണ്ട്. അടിപൊളി വൈബാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിന് ജോയിൻ ചെയ്യാം. അപ്പം നമുക്കൊരു സന്തോഷമാവും. എന്നും ഡ്യൂട്ടിക്ക് പോയിട്ട് വരിക, തിരിച്ചു വരിക, പോവുക, തിരിച്ചു വരിക, പോവുക, ഇത് തന്നെ നമുക്കൊരു എൻജോയ്മെൻ്റ് ഒക്കെ വേണ്ടേ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിന് പ്രോഗ്രാമിന് പോകാമെന്ന്. അപ്പം ഞാൻ റെഡി ആയിട്ട് ഇറങ്ങി. ഇതാണ് ഞാൻ താമസിക്കുന്ന വീട്. അപ്പോൾ ആ വീട് ഞാനൊന്ന് കാണിച്ചു തരാം. ഇവിടെ ഞാനൊരു ഫാമിലിയുടെ കൂടെയാണ് താമസിക്കുന്നത്. ഒരു ചേട്ടനും ചേച്ചി, ഒരു കുഞ്ഞു ഭാവിയുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ താമസിക്കുന്ന വീട്. ഇവിടെ എല്ലാ വീടുകളും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഒരേ ഫാഷനിലുള്ള വീടുകളാണ് എല്ലായിടവും. ഇത് തന്നെ, ചുറ്റിനും ഇത് തന്നെ ഉണ്ട്. കുറേ കുട്ടികളൊക്കെ നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ കുറേ പിള്ളേരുണ്ട് ആ ഗ്രൗണ്ടിൽ നിന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ചേച്ചിമാരുടെ അവർ താമസിക്കുന്നിടത്തോട്ട് പോവുകയാണ്. അപ്പം അവിടെ പോയി അവരെയും കൂട്ടിയിട്ട് വേറൊരു വീട്ടിലാണ് ഞങ്ങൾക്ക് ഡാൻസ് പ്രാക്ടീസ് ഉള്ളത്. അപ്പം അതിന് വേണ്ടി നടന്ന് പോവുകയാണ്. കുറേ നടക്കാനുണ്ട്, 10 മിനിറ്റ് ഉണ്ട് നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് റോഡൊക്കെ കണ്ടോ, എന്ത് മനോഹരമാണ്. നമ്മുടെ നാട്ടിലാണെങ്കിലോ ചപ്പും കുപ്പയും എല്ലാം കാണും. പക്ഷേ ഇവിടെ അതൊന്നും പറ്റത്തില്ല. പോലീസ് ഇടിക്കും, ഫൈനും അടയ്ക്കണം. അപ്പോൾ അവർ വേസ്റ്റ് ബിന്നൊക്കെ തരും. അപ്പോൾ ആ വേസ്റ്റ് ബിന്നിൽ മാത്രമേ ഇടാവുള്ളൂ. ഇതാണ് ഞാൻ വർക്ക് ചെയ്യുന്നിടത്തോട്ട് പോകുന്ന റോഡ്. ആ വർക്ക് ചെയ്യുന്നിടത്ത് എൻ്റെ കുറച്ച് മാറിയാണ് അവർ താമസിക്കുന്നതും. അപ്പോൾ നടന്ന് പോവുകയാണ്. നടക്കാൻ വയ്യ, നടന്ന് നാട്ടിൽ ഒരു പണിയും ചെയ്യാത്തതുകൊണ്ട് ഇവിടെ വന്ന് നടക്കാനൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നേ. അപ്പം നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഒരു വിധം നടന്ന് ചെന്നു. നടന്നുകൊണ്ടിരിക്കുക. എന്നാലും നടന്നിട്ടും തീരുന്നുമില്ല. എന്ത് പറയാനാ, കഷ്ടപ്പാട് തന്നെ കഷ്ടപ്പാട്. അപ്പം നമ്മൾ അവരുടെ ബിൽഡിങ്ങിലേക്ക് കയറിയിരിക്കുകയാണ്. ഇനി അവരെയും വിളിച്ചുകൊണ്ട് പോകാം. അപ്പോൾ ഇതാണ് ഗൈസ് അവർ താമസിക്കുന്ന ബിൽഡിങ്. ആ സെൻട്രിൽ കാണുന്ന ബിൽഡിങ്ങാണ് അവർ താമസിക്കുന്നത്. അപ്പോൾ എന്നെ കാത്ത് ഡോറൊക്കെ തുറന്നിട്ടേക്ക് എല്ലാം ഒരുപോലെ ഇരിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. ഇതാണ് പടി കയറി ഞാൻ ചെല്ലുകയാണ്. ഡോറ് തുറന്നിട്ടേക്കാണ്. എല്ലാ എണ്ണവും ഉണ്ട് അതിനകത്ത്, എല്ലാ എണ്ണം മുകളിലാണ്. അവർക്കിന്ന് ഓഫായതുകൊണ്ട് അവർ എൻജോയ് ചെയ്യാണ് റൂമിൽ. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ വേണ്ടേ ആ ഡാൻസ് പഠിക്കുന്ന വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കണം. ഗൈസ്, ഇത് ഇവിടുത്തെ ഒരു ചർച്ചാണ്. നമ്മുടെ നാട്ടിലെ പോലല്ല, അതും കല്ലുകളൊക്കെ കൊണ്ട് കെട്ടിയ ഒരു ചർച്ചാണ്. ഞാനിവിടെ വന്നതൊക്കെ ആദ്യമായിട്ടാണിത്. അല്ല, ഇങ്ങനത്തെ ചർച്ചയാണ് ഇവിടെ വന്നതൊക്കെയല്ല. നാട്ടിലെ പോലെ അല്ലല്ലോ, ഒരു ഡിഫറൻസ് അറിയില്ലേ കുറേ കാര്യങ്ങൾ അല്ലേ. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ചേച്ചി താമസിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. പിന്നെ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.